السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മിലേക്ക് ഹയാത്താക്കി തന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ റോൾ മോഡൽ. ആ ഹബീബിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മുത്തുനബിയുടെ വഴിയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന മനക്കരുത്തോടുകൂടെ, എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുസ്തഫ നബി തങ്ങളോടൊപ്പം സ്വർഗം പുൽകാൻ നമുക്ക് സാധിക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ ലിവിങ് ടുഗദറും അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ചിന്താഗതി കടത്തിവിടുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്നു. വൈവാഹിക ജീവിതത്തോട് താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നു. മറ്റൊരുത്തൻ്റെ സേവകനായി അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ വാലാട്ടിയായി എന്തിന് നമ്മൾ ജീവിക്കണം? നമുക്കൊരു സ്വന്തമായൊരു തൊഴിലും അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എവിടേക്ക് പോകാനും അല്ലെങ്കിൽ ആരോട് ഇടപെടാനും ആരോട് ഇണങ്ങാനും പിണങ്ങാനും നമുക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് ഉണ്ടെന്നും പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് അകലുന്ന പെൺകുട്ടികളെയാണ് കൂടുതലായിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ ഭാര്യയോട് ഇണചേരുന്നത് അങ്ങയോടുള്ള മഹബത്ത് കൊണ്ടാണ്. കാരണം എനിക്കെൻ്റെ ഇണചേരുന്നതിലൂടെ ലഭിക്കുന്ന സന്താനം നബിയെ അങ്ങയുടെ ഉമ്മത്തിൻ്റെ വർധനവുണ്ടാകുമല്ലോ, അതിലൂടെ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാൻ കൂടിയ സ്വഹാബി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവരെക്കുറിച്ച് സഹോദരിമാരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മഹാനായ ദൈലമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത്തസവ്വുജു ബറക, വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഇണയെ കണ്ടെത്തിയിട്ട് ജീവിക്കൽ, അത് ബറക്കത്തുള്ള മേഖലയാണ്, അത് സമൃദ്ധമായ വഴിയാണ്. വൽ വലദു റഹ്മ, അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ അത് കാരുണ്യമാണ്, റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടുക എന്നുള്ളത് ഒരു അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റബ്ബിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ഈ ദുനിയാവിൽ നിന്നും നാളെ ഖബറിൻ്റെ ആദ്യ വീട്ടിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. റബ്ബിൻ്റെ റഹ്മത്തിനെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സന്താനങ്ങൾ അത് റഹ്മത്തിൻ്റെ അലാമത്താണെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ഈ റഹ്മത്ത് കിട്ടാൻ, ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ വൈവാഹിക ജീവിതത്തിൽ നിന്ന് അകന്നു പോകരുത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ചില സഹോദരിമാരോട് സംസാരിക്കേണ്ടി വന്നപ്പോൾ അവർ പറയുന്നു, പഠിക്കണം. പഠനം വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പഠനം ഒരു പരിധി വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പിന്നീട് എനിക്ക് എന്തിനാണ് വിവാഹം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്തോ അതെല്ലാം സുലഭമായിട്ട് ഈ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കോടതികളുമെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ഇണചേരുന്നതും അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതുമൊക്കെ അനുവദിച്ചു തന്നതാണല്ലോ. അതുകൊണ്ട് എന്തിനാണ് മറ്റൊരാളുടെ ആജ്ഞകൾ അനുസരിക്കാനും അല്ലെങ്കിൽ മറ്റൊരാളുടെ പിന്നാലെ കൂടി ജീവിക്കുന്നത് എന്തിന് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്ത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നേർക്കാഴ്ചപ്പാടിനെ പിൻബലം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ധാർമ്മികതയുള്ള പരിശുദ്ധ ദീനുള്ള ഒരു സഹോദരനാകാൻ സാധിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ദീനിൻ്റെ അകലുകാരായിട്ട് ജീവിക്കാനും മുത്തഖിയായിട്ട് ജീവിച്ച് ഈമാനോടെ മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.